എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിവേരിയബിൾ ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് now we introduce another notation. സെയിം ഡിഫറൻഷ്യബിലിറ്റി കണ്ടീഷൻ തന്നെയാണ് ഡിഫറൻഷ്യൽസ് ഉപയോഗിച്ചിട്ടുള്ള നൊട്ടേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയത് ഡെൽറ്റ എഫ് is approximated by delta f means change in f is approximated by fx x naught y naught delta x plus fy x naught y naught delta y. അപ്പോൾ ഇവിടെ to introduce differential notation, consider the following function. So ഈ ടു വേരിയബിളിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെയിം തിങ് ഫോളോസ് ഫോർ ഹയർ വേരിയബിൾസ് ഓൾസോ. കൺസിഡർ ദ ഫംഗ്ഷൻ dz equal to fx x naught y naught dx plus fy x naught y naught dy. ഇവിടുത്തെ ഡെൽറ്റ എക്സിൻ്റെ സ്ഥാനത്ത് ഡി എക്സ് വന്നു, ഡെൽറ്റ വൈയുടെ സ്ഥാനത്ത് ഡി വൈ വന്നു. ആസ് സച്ച് ഇതിന് ഡി എക്സിനും ഡി വൈക്കും ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഹിയർ യു കൺസിഡർ ദിസ് ഡി സെഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡി എക്സ് ആൻഡ് ഡി വൈ. നമ്മൾ എക്സിനും വൈനും പറയുന്ന പോലെ തന്നെ ഡി എക്സിനെ ഒരു വേരിയബിളായിട്ടും ഡി വൈയെ വേറൊരു വേരിയബിളായിട്ടും കൺസിഡർ ചെയ്താൽ ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡി സെഡ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. വൈ ദിസ് നൊട്ടേഷൻ എന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടത് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് പഠിക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന നൊട്ടേഷൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ചെയ്യേണ്ടത് ആൻഡൻ ജോൺസിൻ്റെ പുസ്തകത്തിൽ കറസ്പോണ്ടിങ് സെക്ഷൻ വളരെ മനോഹരമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഡിഫറൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, അത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷേ അത് വായിച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇത് ആദ്യം സിംഗിൾ വേരിയബിൾസിൽ മനസ്സിലാക്കിയിട്ട് വേണം മൾട്ടി വേരിയബിളിൽ അത് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അത് വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം വിചാരിക്കുക, ഞാൻ പറയുന്നത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുക. ദിസ് ഡി സെഡ് യു കൺസിഡർ ആസ് എ സിംഗിൾ ഫംഗ്ഷൻ, സേ ക്യാപിറ്റൽ ഇസഡ്, ആൻഡ് ഡി എക്സ് ആൻഡ് ഡി വൈ ആർ അനദർ വേരിയബിൾസ്, സേ ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ. അപ്പോൾ ആ സച്ച് ഇതിന് നേരിട്ട് ഡിഫറൻഷ്യബിലിറ്റിയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഡി എക്സും ഡി വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ വി ക്യാൻ അസൈൻ the value delta x for dx and delta y for dy. അങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സിന് ഡെൽറ്റ എക്സ് എന്ന വാല്യൂയും ഡി വൈന് ഡെൽറ്റ വൈ എന്ന വാല്യൂയും അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ we can say that delta f is approximated by this. Now using our new notation, it is exactly same as delta f is approximated by df. Or in other words, delta z is approximated by dz. Okay? അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വായിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും വായിച്ച് നോക്കാം. ഡിഫറൻഷ്യൽ നൊട്ടേഷൻസ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നൊട്ടേഷനാണ്, പക്ഷേ അതിൻ്റെ അണ്ടർലൈൻ മീനിങ് മനസ്സിലാക്കാൻ പലപ്പോഴും അത് നേരെ ചൊവ്വേ ഡിഫറൻഷ്യൽസിനെ പറ്റി പഠിക്കാത്തത് കാരണം കൺഫ്യൂഷൻസ് വരാറുണ്ട്. അത് ഏറ്റവും നല്ല സോഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. വായിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ എനിക്കിവിടെ വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുക, അതിൽ ഡി എക്സിനും ഡെൽറ്റ എക്സും ഡി വൈക്ക് ഡെൽറ്റ വൈയും കൊടുക്കുന്ന കേസാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ആ കേസിൽ ദിസ് എക്സ്പ്രഷൻ ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദ അപ്രോക്സിമേഷൻ ഫോർ ഡെൽറ്റ എഫ്. ഇതെല്ലാം ഇക്വാലന്റ് നൊട്ടേഷൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഓൾറെഡി ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്തപ്പോൾ സിംഗിൾ വേരിയബിൾ കേസിൽ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന് അടുത്തുള്ള വാല്യൂസ്, ആ വാല്യൂസിൻ്റെ ഒരു ലീനിയർ അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ഡെറിവേറ്റീവ് കൊണ്ട് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കാണിക്കാം. ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് നോട്ടിന് അടുത്തുള്ള വാല്യൂസ്, എക്സ് നോട്ടിന് അടുത്തുള്ള പോയിന്റുകളിൽ എഫിൻ്റെ വാല്യൂസ് നമ്മൾ ഏതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് പ്രൈം ഓഫ് എക്സ് നോട്ട്.
ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. വലേ സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇത് എഫ് പ്രൈം ഓഫ് എക്സ് നോട്ട് കോൺസ്റ്റന്റ് ആണ്, എഫ് ഓഫ് എക്സ് നോട്ട് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഈ ഡെൽറ്റ എക്സുകളാണ് അവിടുത്തെ വേരിയബിൾസ് ആയിട്ടുള്ളത്. ഈ ഡെൽറ്റ എക്സിനെ ഡി എക്സ് എന്ന് വേണമെങ്കിൽ വിചാരിക്കും. അപ്പോൾ ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. So this approximation is called a local linear approximation. Same type of approximation is valid for two variable or multivariable case also. അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ കൺസിഡർ ദ ഫംഗ്ഷൻ എൽ ഓഫ് ക്യാപിറ്റൽ എൽ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു അവിടെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എക്സ് മൈനസ് എക്സ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് വൈ മൈനസ് വൈ നോട്ട്. This is delta x and this is delta y. This function is called the local linear approximation to x, approximation to f at x naught y naught. So what is the meaning of that? This means the values of f near x naught y naught may be approximated by the values of the function L of x comma y. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ആ അപ്രോക്സിമേഷൻ ജെനുവിൻ ആകണമെങ്കിൽ എപ്പോഴും ഈ അപ്രോക്സിമേഷൻ ജെനുവിൻ ആകണമെന്നില്ല. ജെനുവിൻ ആകാനുള്ള ഒരു കണ്ടീഷനാണ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. എഫ് ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആകുമ്പോഴാണ് എറർ, ആ അപ്രോക്സിമേഷൻ്റെ എറർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റുന്നത്. സോ ഇൻ ജനറൽ ഒരു ഫംഗ്ഷനെ ഈ ലീനിയർ ഫംഗ്ഷനുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള അപ്രോക്സിമേഷൻ കിട്ടണമെന്നില്ല. Differentiability is a necessary condition to ensure minimal error in the approximation. So to understand this concept, we will do some problems. So for that, so you consider this problem. 307. Approximate the change in z equal to xy square from its values at 0.51 to its values at 0.503, 1.004. Compare the magnitude of the error in this approximation, the distance between the points. അവിടെ എന്താ പറയുന്നത്, z equal to xy square എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ 0.51 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 0.503, 1.004 എന്ന പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഏതുമായിട്ട് കമ്പയർ ചെയ്യുക? ആ എക്സുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ ഡിഫറൻഷിയേഷനിൽ ചെയ്യുന്നത് അല്ലേ. ന്യൂമറേറ്ററിൽ ഫംഗ്ഷൻ്റെ ചേഞ്ചും ഡിനോമിനേറ്ററിൽ പോയിന്റുകളുടെ ചേഞ്ചും ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ഈ എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ നൈസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചുള്ള അപ്രോക്സിമേഷൻ ആണ്. സൊല്യൂഷൻ given z equal to xy square, then what is dz? Dz is, what is the definition? Partial derivative at x. So that is y square dx, partial derivative with respect to y, that is 2y into x, so 2xy dy. So what is dx? dx നമുക്ക് കൊടുക്കേണ്ടത് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പോയിന്റുകളുടെ ഡിഫറൻസ്. എക്സുകൾ എവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? 0.503 മൈനസ് 0.5 equal to 0.003. Similarly, dy is, we assign the value delta y to get our approximation, that is 1.004 minus 1,
that's equal to 0.004. Therefore, dz becomes the starting point x0 y0 എന്ന് പറയുന്നത് എന്താ x0 y0 എന്ന് പറയുന്നത് 0.51. dz ഇതെനിക്ക് വാല്യൂറ്റ് ചെയ്യേണ്ടത് x0 y0 വാല്യൂറ്റ് ചെയ്യേണ്ടത്. That means 1 y square എന്ന് പറയുമ്പോൾ 1 square dx നമ്മൾ കണ്ടുപിടിച്ചു 0.003 plus 2 into 0.5 into 1 into dy 0.004. So ഇത് evaluate ചെയ്യുമ്പോൾ calculator എടുത്ത് ചെയ്ത് നോക്കുക, you will get 0.007. So this is the value of dz. dz total derivative എന്ന് പറയാറുണ്ട്, ഞാനത് ഇവിടെ മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. This is called total differential or total derivative. എപ്പോഴാ dx-ന് ഡെൽറ്റ എക്സും dy-ക്ക് ഡെൽറ്റ വൈയും വാല്യൂ കൊടുക്കുമ്പോൾ ആ dz എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയും. ഇവിടെ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x0 y0 ആണ് കണ്ടുപിടിച്ചത്. So this is exactly total derivative at the point x0 y0. Okay. Now direct evaluate ചെയ്യുമ്പോൾ z at 0.5 comma 1 is equal to x y square അല്ലേ. So it is 0.5 into 1 square which is equal to exactly 0.5. z at 0.503 1.004, that is equal to 0.503 into 1.004 square, that's equal to the value t calculator വെച്ചിട്ട് point ഞാൻ ആൻസർ എടുത്ത് എഴുതുകയാണ് 5.0703204 എന്ന് കിട്ടും. ഡയറക്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ z കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ z ഈക്വൽ ടു 0.507032048 minus 0.5 is equal to 0.00003248. Okay. നമ്മൾ ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് കിട്ടിയ dz ഈ ഡെൽറ്റ z തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.007 മൈനസ് ഡെൽറ്റ z ഞാൻ എഴുതിയത് ഒരു ചെറിയ കറക്ഷൻ 0.007 ആണ്. 0.00700320. This minus 0.00703248. This is exactly 0.00032048. നമ്മുടെ
ഡെറിവേറ്റീവ് ഉപയോഗിച്ചുള്ള അപ്രോക്സിമേഷൻ എന്താ? ഈ കോഷ്യൻ ദിസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എക്സുകളുടെ ചേഞ്ച് എന്താ? ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ ഓർ ഡി എക്സ് സ്ക്വയർ by dx square plus dy square and the square root. So this is 0.003 square plus 0.004 square, which is exactly, you can see that it is exactly 0.005. Number required approximation in the dz minus delta z by square root of delta x square plus delta y square. This is exactly, you will get calculated, you will get 0.0064096. അപ്പോൾ ഇത് വളരെ ചെറിയൊരു നമ്പറാണ്. ഏതാ ഡിഫറൻസ് എന്ന് പറയുന്നത്? അപ്രോക്സിമേറ്റ്ലി ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഡി ഇസഡിന് ഈക്വൽ ആണ്. ഇത്ര ഡിഫറൻസേ ഉള്ളൂ ഈ കാണുന്നത്. ഡി ഇസഡ് എന്ന് പറയുന്ന ലീനിയർ അപ്രോക്സിമേഷനും ഡെൽറ്റ ഇസഡ് നമ്മൾ ഒറിജിനൽ ഫംഗ്ഷന്റെ ചേഞ്ചും തമ്മിൽ ഇത്ര ഡിഫറൻസേ ഉള്ളൂ. അത് എക്സ് പോയിന്റുകളുടെ ഡിഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ്. This difference is almost less than 1/150. So what is the conclusion? ഈ അനാലിസിസിന്റെ കൺക്ലൂഷൻ ഇതാണ്. The magnitude of the error in our approximation is less than 1/150 of the distance between the 2 points. ആ പോയിന്റുകൾക്കുണ്ടായ ചേഞ്ചുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എറർ എന്ന് പറയുന്നത് 1/150 കുറവാണ്. So this is the analysis. Similarly, you can have the following problem. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടു തീർക്കാതെ ഈ പറഞ്ഞ ഓരോ പ്രോബ്ലവും ഓരോ കൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണുകയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുസ്തകത്തിൽ നോക്കി പഠിക്കുകയോ ഒക്കെ ചെയ്ത് വേണം പോകാൻ. അല്ലാതെ 1 മണിക്കൂർ വീഡിയോ കണ്ടിന്യൂസ് കണ്ടെന്ന് കരുതിയിട്ട് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഒന്നും കാണത്തില്ല മനസ്സിൽ. Second problem. The length, width and height of a rectangular box are measured with an error of at most 5%. Use a total differential to estimate the maximum percentage error that results if these quantities are used to calculate the diagonal of the box. Solution. എന്താ പറയുന്നത് ഇവിടെ? ലെങ്തും വിഡ്ത്തും ഹൈറ്റും ബോക്സിന്റെ കണ്ടുപിടിച്ചപ്പോൾ ഒരു 5% എറർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ഡയഗണലിന്റെ കാൽക്കുലേഷനിലെ എറർ ടോട്ടൽ ഡിഫറൻഷ്യൽ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതാണ് ചോദ്യം. If x denote the length, y denote the width and z denotes the height of the box, then what is the diagonal? Diagonal D is, you know the formula, x square plus y square plus z square. നമുക്ക് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് if x0, y0, z0 and d0
denotes the actual values of the length, width, height and diagonal of the box. Then so what is our total differential? dd is dx x naught y naught z naught dx plus dy x naught y naught z naught dy plus dz x naught y naught z naught dz. ഇതാണ് എൻ്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് കേസ് എന്ന് പറയുന്നത് ഡി എക്സിനും ഡി വൈക്കും ഡി ഇസഡിനും നമ്മുടെ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡെൽറ്റ ഇസഡും കൊടുക്കാം. എന്താ ചെയ്യാം? സോ what is delta x? Delta x is x minus x naught. Delta y is y minus y naught. Delta z is z minus z. നമുക്ക് നേരിട്ട് ഇത് കണ്ടുപിടിക്കാൻ നിവർത്തിയില്ല. നമുക്ക് തന്നിരിക്കുന്നത് അത് ആ ചേഞ്ച് വന്നപ്പോൾ 5% എറർ വന്നിട്ടുണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഈ വ്യത്യാസം കമ്പയറിംഗ് ടു ദ ഒറിജിനൽ വാല്യൂ 5% എറർ. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.005. ഇതെങ്ങനെ കിട്ടിയ ചേഞ്ച് കമ്പയറിംഗ് ടു ദ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100, അത് 5%, അത് 5 എന്ന് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ എഴുതിയത്. പെർസെൻറ്റേജ് 5% തന്നിട്ടുണ്ട്. ഒരു 0 കൂടിപ്പോയില്ല, 0.05. സിമിലർലി വിട്ട് കണ്ടുപിടിച്ചപ്പോഴും ആക്ച്വൽ വാല്യൂക്കാരും 5% എറർ ഉണ്ട്. അപ്പോൾ അതും ലെസ് ദാൻ 0.05. and also z 0.05. okay, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാൻ? അപ്പോഴുണ്ടാവുന്ന പെർസെൻറ്റേജ് എററേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, വാല്യൂസ് അല്ല. പെർസെൻറ്റേജ് എറർ ഫോർ ഡയഗണൽ. സോ വി നീഡ് ടു ഇവാലുവേറ്റ് മോഡുലസ് ഓഫ് ഡെൽറ്റ ഡി ബൈ ഡി നോട്ട്. ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അപ്രോക്സിമേഷൻ എന്താ? ദിസ് ഈസ് അപ്രോക്സിമേറ്റഡ് യൂസിങ് മോഡുലസ് ഓഫ് ഡി ഡി ബൈ ഡെൽറ്റ ഡിക്കുള്ള അപ്രോക്സിമേഷൻ ആണ് ഡി ഡി ബൈ ഡി നോട്ട്. സോ ദിസ് യു ക്യാൻ സി ആസ് ഡി ഡി ഞാനിവിടെ ഇവാലുവേറ്റ് ചെയ്തില്ല, ഫോർമുല എഴുതിയതേ ഉള്ളൂ. ഡി ഡി കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? ഡി ഡി ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഡി എക്സിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് കൊടുക്കുക. അതായത് ഇ എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിന് ആദ്യം അതിനെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x by 2 root x square plus y square plus z square. ഇനി ഇതിന് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദിസ് 2 cancel dx. സിമിലർലി dy കണ്ടുപിടിക്കുമ്പോൾ y നോട്ട് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നോട്ട് സ്ക്വയർ വൈ നോട്ട് സ്ക്വയർ ഇസഡ് നോട്ട് സ്ക്വയർ dy plus z naught by square root of x naught square y naught square z naught square dz. That means dd by d naught is d naught എന്ന് പറയുന്നത് d naught എന്താ? d naught is square root of x naught square plus y naught square plus z naught square. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു സ്ക്വയർ റൂട്ട് ഓഫ് ഈ മൂന്ന് ക്വാണ്ടിറ്റിയിൽ നിന്ന്
സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് സെഡ് നോട്ട് സ്ക്വയർ പുറത്തെടുക്കാം. അത് താഴത്തതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ in the denominator you will get x naught square y naught square z naught square, and the numerator x naught delta x plus delta x or dx. Y naught dy plus z naught dz. So I will take dx is equal to this, dy equal to this, and dz equal to this. Okay. Now ഏതെങ്കിലും ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ നിന്നിട്ട് ഡി എക്സ് എഴുതിയത് കൊണ്ട് ഇവിടെ ദിസ് ഈസ് എക്സാക്ട്ലി ഡി എക്സ് ബൈ എക്സ് നോട്ട് അല്ല, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് തന്നെ എഴുതിയാലും തിരക്കേടില്ല. ഡിഫറൻഷ്യൽ നൊട്ടേഷൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് നമ്മൾ അടുത്ത കുറച്ചുകൂടെ ഹയർ സെക്ഷൻസിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ ഡെൽറ്റ എക്സ് നൊട്ടേഷൻ ഉണ്ടാവില്ല. എല്ലായിടത്തും ഡി എക്സ് ഡി വൈ ഡി സെഡ് നൊട്ടേഷൻ മാത്രമേ ഉണ്ടാവൂ. Okay. So this modulus is now becomes I can write it as എനിക്കൊരു ഡി എക്സ് ബൈ എക്സ് നോട്ട് വേണമല്ലോ. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ ഇവിടുത്തെ ഇതിന് എക്സ് നോട്ട് സ്ക്വയർ ബൈ എക്സ് നോട്ട് എന്ന് എഴുതിയാൽ ഒരു എക്സ് നോട്ട് അകത്തേക്ക് എടുക്കാം. അപ്പോൾ ദിസ് ബിക്കംസ് ഡി എക്സ് നോട്ട് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട് സ്ക്വയർ ഡി വൈ ബൈ വൈ നോട്ട് പ്ലസ് z naught square dz by z naught. Okay, divided by x naught square y naught square z naught square. This is less than or equal to the 1 by x naught square y naught square z naught square into x naught square. ഈ അകത്ത് ഈ മോഡുലസ് എന്തിനേക്കാളും ചെറുതാ? 0.05 ചെറുതാ. സിമിലർലി y naught square ഇതും 0.05 ചെറുതാ. This is also less than 0.0. So this is equal to 0.05. ഇനി പുറത്തെടുക്കുമ്പോൾ മുകളിലും താഴെ സെയിം ക്വാണ്ടിറ്റി വരും. അത് ക്യാൻസൽ ചെയ്ത് കളയാം. So you will get 0.05. See, so we estimate the maximum percentage error in the diagonal calculation T to be the ലെങ്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും 5% എറർ വന്നാൽ ഡയഗണലിനും ഒരു 5% മാക്സിമം 5% എററാണ് കാൽക്കുലേഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സയൻറ്റിഫിക് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഏരിയാസിൽ ഇത്തരം എറർ അപ്രോക്സിമേഷൻ മാത്രമല്ല ഇങ്ങനത്തെ എറർ അപ്രോക്സിമേഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നോട്ട് ഓൺലി ഇൻ മാത്തമാറ്റിക്സ്, ഇൻ അതർ ഏരിയാസ് ഓൾസോ. ഇത്തരം പ്രോബ്ലംസ് നമ്മുടെ കാൽക്കുലസ് കോഴ്സിൽ വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് സെക്ഷൻസിൽ ഇത്തരം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത എക്സസൈസിലുള്ള പ്രോബ്ലംസ് മാക്സിമം ചെയ്തു നോക്കും. നിങ്ങൾക്ക് എക്സാമിനും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുണ്ടോയെന്ന് നോക്കണം. പക്ഷേ അങ്ങനെ ആലോചിച്ചിട്ട് ഇതിനെ ഒഴിവാക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ഹോൾ ഡിഗ്രി കോഴ്സുകൾ എടുത്താൽ ഇത്തരം പ്രോബ്ലംസ് വളരെ കുറച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ചെയ്യുന്ന ന്യൂമറിക്കൽ അനാലിസിസിലായിരിക്കും തേർഡ് ഇയറിൽ. അതും ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും സംശയമുണ്ട്. അത് സ്പെസിഫിക് മെത്തേഡുകളായിരിക്കും അവിടെ പഠിക്കുക. ഇത് നമ്മൾ നേരിട്ട് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ നേരിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതാണ്ടൊരു സിമിലർ ഐഡിയ തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ഒറ്റ ഡെഫിനിഷനിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. നൊട്ടേഷൻസ് ചെറിയ വ്യത്യാസം ഒന്നുമല്ലാതെ ചെയ്ത എല്ലാ പ്രോബ്ലവും ന്യൂമറേറ്ററിൽ ഫംഗ്ഷൻ്റെ ചേഞ്ച് അപ്രോക്സിമേറ്റഡ് ബൈ ദ ടോട്ടൽ ഡെറിവേറ്റീവ് ആൻഡ് കമ്പയറിംഗ് ടു ദ ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ
point values of the point, അതായത് ഡെൽറ്റ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. തേർഡ് പ്രോബ്ലം പറയുന്നത് യു ഹാവ് ഗിവൺ ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആസ് എൽ ഓഫ് എക്സ് കോമ വൈ for the function f of xy equal to square root of x square plus y square at the point 3, 4. So compare the error in approximating the f of 3.04, 3.98 അത് നേരിട്ട് കിട്ടുന്നതും ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് കിട്ടുന്നതും തമ്മിലുള്ള എറർ അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് എക്സ് വൈയുടെ ഫോർമുല നമുക്കറിയാം. അത് കണ്ടുപിടിക്കാനായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണം അല്ലേ. അപ്പോൾ എഫ് എക്സ് എക്സ് വൈ ഈസ് എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എഫ് വൈ എക്സ് വൈ ഈസ് വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമുക്ക് വേണ്ടത് എഫ് എക്സ് അറ്റ് 3, 4 which you can calculate and we'll get 3 over 5 and fy at 3, 4 is 4 over 5. Therefore our local linear approximation is given by the formula f of x naught y naught plus fx x naught y naught dx or delta x. We can continue with the dx. Confusion ഒന്നുമില്ലെങ്കിൽ dx, our dx is equal to delta x. പക്ഷേ dxന് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ വരണമെന്നില്ല. ബട്ട് ഫോർ ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വിൽ ടേക്ക് dx is equal to delta x. fy x naught y naught dy is equal to f of x naught y naught എന്ന് പറയുന്നത് എത്രയാ? 3 square 9 plus 16 root 25 5 plus 3 by 5 dx plus 4 by 5 dy. Now what is dx? Dx is delta x, that is x minus x naught. This is x minus, what is my x minus 3. Similarly dy is y minus 4. We have to approximate the value of f at 3.04, 3.98. This is approximated by the value of L at 3.04, 3.98. That is equal to x നും y ക്കും വാല്യൂ എടുക്കുമ്പോൾ you will get 5 plus 3 over 5. dx ൻ്റെ വാല്യൂ x ന് 3.04 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0.04 plus 4 over 5 minus 0.02. This we can calculate it as 5.008. And what is the actual value? Actual value is f of 3.04, 3.98. നേരിട്ട് എഫിൻ്റെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.04 സ്ക്വയർ പ്ലസ് 3.98 സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. This is equal to 5.00819. അത് സ്ക്വയർ റൂട്ടാണ്, അപ്രോക്സിമേറ്റ് വാല്യൂ തന്നെയാണത്. So the error is അതായത്
ദിസ് ഈസ് എക്സാക്ട്ലി നമ്മൾ നേരത്തെ എഴുതി, ഇതെല്ലാം നേരത്തെ എഴുതിയ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എഴുതുന്നത് നേരത്തെ നമ്മൾ എഴുതിയ അനുസരിച്ച് ഇത് ഏതാ നൊട്ടേഷൻ? ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് മൈനസ് ഡി എഫ്. അത് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി സെയിം ആസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. രണ്ടും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു, substitute the values, you will get modulus of 5,008,19 minus L at 5.008, which is equal to 0.00019. So comparing to the distance, you will get that is modulus of delta f minus df by square root of dx square plus dy square. Note that ഞാൻ അവിടെ ഡെൽറ്റ എക്സിനും ഡെൽറ്റ വൈക്കും പകരം dx dy ഉപയോഗിച്ചു. So this is 0.00019 divided by square root of dx square and dy square നിങ്ങൾ calculate ചെയ്യുക. That you will get 0.045. This is approximately you need a calculator. ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 0.0019 ഡിവൈഡ് ബൈ 0.045 എന്ന് പറയുന്നത് 0.005000 എക്സെട്ര വരും. സോറി, അതല്ല, ദാറ്റ് ഈസ് 1/100. ഇത് വാല്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.00422. This is 0.0042222 etc. approximately. This is less than 1/100, 200. 1/200 എന്ന് പറയുന്നത് 0.005 ആണ്. So this is the approximate error in the calculation. So that completes the section on local linear approximation. ഒന്നുകൂടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാം. ഞാനിവിടെ 3 പ്രോബ്ലം ചെയ്തതിലും 3 തരത്തിലാണ് നൊട്ടേഷൻ ഉപയോഗിച്ചത്. അത് ഇതെല്ലാം അണ്ടർലൈൻ കൺസെപ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ മാത്രമാണ്. പല രീതിയിൽ ആദ്യം ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഉപയോഗിച്ച് എഴുതി, പിന്നെ ഡിഫറൻഷ്യൽ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതി, സെയിം കാൽക്കുലേഷൻ തന്നെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതി. 3 നിങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. വി ആർ ഫൈൻഡിങ് ദ സെയിം കോഷ്യന്റ്. ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷനിൽ തരുന്ന അതേ കോഷ്യന്റ് തന്നെയാണ് ഈ 3ലും നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ എക്സസൈസ് 13.4 ഈ കറസ്പോണ്ടിങ് സെക്ഷനിലെ എക്സസൈസ് എല്ലാം ചെയ്യാം. സ്പെസിഫിക്കലി 1 to 30 ചെയ്യുക. അത് കഴിഞ്ഞുള്ളതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് വരുന്നുണ്ട്. ഞാൻ ഒരു പ്രോബ്ലം സ്പെസിഫിക്കലി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം. അത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് if L of xy equal to 2y minus 2x minus 2 is the local linear approximation of f of x comma y equal to x square plus y square at the point P, find P. ഇവിടെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സൊല്യൂഷൻ നേരിട്ട് നോക്കിയാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നിങ്ങൾ ആ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് എൽ ഓഫ് എക്സ് കോമ വൈ ഈസ് എക്സാക്ട്ലി എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഡി എക്സ് പ്ലസ് എഫ് വൈ. ഞാൻ ഡി എക്സ് ഡി വൈ നൊട്ടേഷൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ അത് തന്നെ ഉപയോഗിക്കുകയാണ്. പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഡി എക്സ് ഡി വൈ ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ. dx independently doesn't mean that it is changing x. dx is simply a variable, dy is also simply a variable, but differentiability ആയിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോഴാണ് അവിടെ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ അസൈൻ ചെയ്യുമ്പോൾ അത് ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും ആവും. ഇത് ഈ ക്വാണ്ടിറ്റി
So what is dx here? Dx is exactly x minus x naught, and dy is, in this notation, it is y minus y. So if you evaluate this at x naught, y naught, what you will get? ഈ ടൈം 0 ആയി പോകും. കാരണം എക്സ് നോട്ട് വൈ നോട്ടിൽ ഡി എക്സ് 0 ആണ്, ഡി വൈയുടെ വാല്യൂ 0 ആണ്, ഇതും 0 ആയി. സോ എക്സാക്ട്ലി യു വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ. ഇതാണ് ഇവിടുത്തെ ക്യാച്ചിങ് പോയിന്റ്. ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ക്യാച്ചിങ്. നമ്മുടെ ഏത് പോയിന്റിലാണോ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിൽ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യും. ഫംഗ്ഷനിന്റെ വാല്യൂ ഇവിടെ അപ്രോക്സിമേഷൻ വാല്യൂയും കോയിൻസൈഡ് ചെയ്യും. അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താ വരിക? So therefore 2y0 minus 2x0 minus 2 is exactly same as x0 square plus y0 square. ഇതിൽ നിന്ന് x0ഉം y0ഉം കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് p ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x0 സ്ക്വയർ പ്ലസ് 2x0 പ്ലസ് y0 സ്ക്വയർ മൈനസ് 2y0 is equal to minus 2 എന്ന് വരും. This is same at x0 plus 1 square plus y0 minus 1 square. ഇവിടെ അഡീഷണൽ ഒരു 2 കൊടുത്തായിരുന്നു, അപ്പോൾ ഒരു മൈനസ് 2 വരും, അത് രണ്ടും ക്യാൻസൽ ആയിരുന്നു, 0. ദിസ് ഇംപ്ലൈസ് രണ്ട് സ്ക്വയറുകളുടെ സം 0 ആകണമെങ്കിൽ ഓരോന്നും 0 ആകണം. സോ x0 ഈക്വൽ ടു മൈനസ് 1 ആൻഡ് y0 ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ദ പോയിന്റ്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. And that completes the section. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ അതടുത്ത് നമുക്ക് വീഡിയോയിൽ കാണാം.